ഈ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവ് എന്ന് പറയുന്ന പ്രയോഗം ശരിയാണോ എന്ന് ചോദിച്ചാൽ സമൃദ്ധി ഇല്ലായിരിക്കും ഒരു പക്ഷേ. സർക്കാർ ഒരു ധവളപത്രം ഇറക്കണം. ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എന്താണ്, സംസ്ഥാനത്തിന്റെ കടത്തിന്റെ സ്ഥിതി എന്താണ്, ഖജനാവിന്റെ സ്ഥിതി എന്താണ് എന്നുള്ള കാര്യം. ഈ ഇമ്മീഡിയറ്റ് ഒരു മാജിക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. അതുപോലെ കുറച്ച് മുണ്ട് മുറുക്കി ഉടുക്കൽ, അതായത് നമ്മൾ പ്രതീക്ഷിക്കണ പോലെ വലിയ ഫ്രീബീസോ വലിയ ഇൻസെന്റീവ്സോ ഒന്നും ഇമ്മീഡിയറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കടം എന്തുകൊണ്ടും പ്രതിസന്ധി തന്നെയാണ്. നമുക്ക് വരുമാനത്തെക്കാൾ കൂടുതൽ കടം വാങ്ങി കാര്യങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ KSRTCയിലെ യാത്രാ സൗജന്യം, അതും വനിതകൾക്ക് എല്ലാവർക്കും കൊടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികവുമല്ല. അത് എത്രത്തോളം കൊണ്ടു നടക്കാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമുണ്ട്. കിഫ്ബി വന്ന സമയത്ത് അതിന്റെ ഗുണങ്ങൾ കാണുന്നതിനേക്കാളും കൂടുതൽ ദോഷങ്ങൾ കാണാൻ ശ്രമിച്ചതിന്റെ ഒരു പ്രശ്നമാണ് അതിലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കിഫ്ബി കംപ്ലീറ്റ് ആയിട്ട് നിർത്തിപ്പോകുമെന്ന് ഞാൻ വിചാരിക്കണില്ല, കാരണം അത് പ്രായോഗികമല്ല എന്നുള്ളത് കൊണ്ടാണ്. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരത്തിലേക്ക് വരുന്നു. സർക്കാരിൻ്റെ പുതിയ സാമ്പത്തിക നയങ്ങൾ എന്തൊക്കെയായിരിക്കാം അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. അതാണ് മണി മെസ് ചർച്ച ചെയ്യുന്നത്. ബിജോ എം പോലോസ് നമുക്കൊപ്പം ചേരുന്നു. സ്വാഗതം. നമസ്കാരം. ഈ ഖജനാവിൽ പൂച്ച വിറ്റ് കിടക്കുകയാണ് എന്നുള്ള ഒരു സംഗതി കേട്ടുകൊണ്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലം ആരംഭിച്ചത്. അതിനുശേഷം ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിലേക്ക് വരുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്ന സമയത്തിൽ അദ്ദേഹം ആദ്യം പോയി കാണുന്നത് AK ആൻ്റണിയാണ്. AK ആൻ്റണി പറയുന്നത് മുണ്ടുമുറുക്കി ഉടുക്കേണ്ടി വരും, കയ്പ് നീര് കുടിക്കേണ്ടി വരും, പുതിയ പ്രഖ്യാപനങ്ങളൊന്നും ജനപ്രിയമാകണമെന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെയൊരു സംഗതിയിലേക്ക് വരുമ്പോൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അതായത് വലിയ സൗജന്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുമെന്ന് പറയുന്ന ഗവൺമെൻറ്റിൽ നിന്ന് അതൊന്നും ഉണ്ടാവില്ല എന്നാണോ? ഖജനാവ് അത്ര മോശം അവസ്ഥയിലാണോ? നമ്മൾ ഇതിൻ്റെ ആൻസറിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇത്തരം ഡിസ്കഷൻസ്, പൊതുവെ പൊളിറ്റിക്കൽ ഓറിയൻറ്റേഷനുള്ള ഡിസ്കഷൻസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതിലും പൊളിറ്റിക്സ് അല്ല പറയാൻ ഉദ്ദേശിക്കണം എന്നുള്ളതൊരു മുൻകൂട്ടി പറയാം. നമുക്ക് ഇപ്പോൾ ഒരു പുതിയ ഗവൺമെൻറ് വരുമ്പോൾ നമ്മളുടെ പ്രതീക്ഷകൾ, സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രതീക്ഷകൾ ചർച്ച ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇതിൻ്റെ ഇടയ്ക്കാണ് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളുടെ ഇടയ്ക്ക് ഈ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവ് എന്ന് പറയുന്ന പ്രയോഗം ശരിയാണോ എന്ന് ചോദിച്ചാൽ സമൃദ്ധി ഇല്ലായിരിക്കും ഒരു പക്ഷേ മുൻ ധനകാര്യമന്ത്രി പറഞ്ഞതനുസരിച്ച് ഏതാണ്ട് 4000 കോടി രൂപയുടെ നീക്കിയിരിപ്പുള്ള ഖജനാവാണ് എന്നതാണ്. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ, ബാധ്യതകൾ നോക്കുമ്പോഴത്തേക്കും കടവും അതിൽ കൊടുത്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും, അതായത് ഈ നമ്മുടെ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന കടവും അതിൻ്റെ മുകളിൽ ഉണ്ടായിട്ടുള്ള ഇൻട്രസ്റ്റ് ലയബിലിറ്റി, അതുപോലെ മുൻകാലഘട്ടങ്ങളിലെ പല എക്സ്പെൻഡിച്ചറുകൾ മാറ്റി വെച്ചേക്കുന്നത്, ഇപ്പോൾ DA കുടിശ്ശിക, ശമ്പള കുടിശ്ശിക, അത്തരം കാര്യങ്ങൾ, അതുപോലെ കോൺട്രാക്ടേഴ്സിന് കൊടുക്കേണ്ട പേയ്മെന്റ്, ഇത്തരം കാര്യങ്ങൾ കൊടുക്കാനുള്ളതെല്ലാം കൂടി നോക്കുമ്പോഴത്തേക്കും ഒരു പക്ഷേ നെഗറ്റീവ് ആയിരിക്കും. അതായിരിക്കും ഈ നിയുക്ത മുഖ്യമന്ത്രി പറഞ്ഞതും അദ്ദേഹം ആദ്യമായിട്ട് ഉപദേശം തേടിയത് മുൻ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ AK ആന്റണി പറഞ്ഞതും അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. പക്ഷെ മുൻ ധനകാര്യമന്ത്രി പറയുന്നത് സർപ്ലസ് ആണ് നിലവിൽ ഖജനാവ് എന്നുള്ളതാണ്. അപ്പൊ അത് എന്താണെന്നുള്ളത് എനിക്ക് തോന്നുന്നത്, ഇതിനു മുമ്പ് ഇപ്പൊ AK ആന്റണിയുടെ ഒരു കാര്യം നമ്മളിതിൽ പറഞ്ഞ, AK ആന്റണിയുടെ ഇതിനു മുമ്പത്തെ ഗവൺമെന്റ് അധികാരത്തിൽ എത്തിയ ഉടനെ ഒരു വൈറ്റ് പേപ്പർ റിലീസ് ചെയ്തിരുന്നു, അതായത് ധവളപത്രം. ആ സമയത്തെ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്നുള്ളത് ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെൻ്റെ ഒരു സജഷനാണ്, ഒരു ഫൈനാൻഷ്യൽ പ്രൊഫഷണൽ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു സജഷനാണ്. ഇത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഭരണാധികാരികൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, സർക്കാർ ഒരു ധവളപത്രം ഇറക്കണം. ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എന്താണ്, സംസ്ഥാനത്തിന്റെ കടത്തിന്റെ സ്ഥിതി എന്താണ്, ഖജനാവിന്റെ സ്ഥിതി എന്താണ് എന്നുള്ള കാര്യം. അപ്പോൾ അതിന് ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് കൊടുക്കാൻ ഈ നമ്മളുടെ മുൻ ധനകാര്യമന്ത്രിക്കും ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിനും സാധിക്കും. അപ്പോൾ ആളുകൾക്ക് അതിൽ കൃത്യമായിട്ട്, മാത്രമല്ല ഈ ഒരു ഇലക്ഷന്റെ സമയത്തുള്ള ചർച്ച എന്ന് പറയുന്നത് വളരെ വിഗറായിട്ടുള്ള ഒരു ചർച്ചയായിരിക്കും. ആ സമയത്ത് പൊളിറ്റിക്സ് ആണ് കൂടുതൽ ഭരിക്കുന്നത്. പക്ഷെ ഇപ്പൊ അത് കഴിഞ്ഞു, അത് സെറ്റിൽഡ് പൊസിഷനിലേക്ക് വന്നു, ഒരു ഗവൺമെന്റ് വരുന്നു, ഒരു പ്രതിപക്ഷം വരുന്നു. അപ്പോൾ കുറച്ചും കൂടി ആരോഗ്യകരമായിട്ട് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പാകത്തിനുള്ള ഒരു യഥാർത്ഥത്തിലുള്ള ജനസ്ഥിതി എന്താണെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണം. അപ്പൊ അതിന് കൗണ്ടറായിട്ട് പ്രതിപക്ഷത്തിന് പറയാനുള്ള ആരോപണങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ, ഈ 5 വർഷത്തിന് ശേഷം അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ അക്യുമുലേറ്റ് ചെയ്ത് വരുന്ന, അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഈ കടം വെച്ചിട്ടായിരിക്കും എപ്പോഴും ആ ഗവൺമെന്റ് ഇത്രയും കടം ഉണ്ടാക്കി വെച്ചു, അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും കടമുണ്ട്, അത് മുഴുവൻ ഈ ഗവൺമെന്റിന്റെ ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു നരേറ്റീവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതായിരിക്കും നല്ലത്. തുടർന്ന് അങ്ങോട്ടുള്ള ബാധ്യത ഇതിനെ പറ്റി പറഞ്ഞാൽ വളരെ ഞെരുക്കത്തിൽ തന്നെയായിരിക്കും. കാരണം
വളരെ കമ്മിയായിട്ട് പോകുന്ന, അതായത് വരുമാനവും ചെലവും ഒരു തരത്തിലും മാച്ച് ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരു രീതിയിലാണ് കാലങ്ങളായിട്ട് നമ്മളുടെ സർക്കാർ നടന്നുകൊണ്ടിരുന്നത്. അതിന്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ടാക്സ് കളക്ഷൻ. അതായത് സർക്കാരിന്റെ ഒരു വരുമാനം എന്ന് പറയുന്നത് ടാക്സ് കളക്ഷൻ ആണ്. ടാക്സ് കളക്ഷനിൽ ഈ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക്, അത് കേരളത്തിൽ മാത്രമല്ല എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും ഒരു സേയും ഇല്ലാതെയായി മാറിയ ഒരു സാഹചര്യമാണ് ഈ GST വന്നതോടുകൂടി. അപ്പോൾ ഈ ഇൻഡയറക്ട് ടാക്സേഷന്റെ ആ ഒരു പവർ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇല്ലാതെ ആകുമ്പോഴത്തേക്കും സാമ്പത്തിക സ്ഥിതിയിൽ വലിയ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. അത് ഈ ഗവൺമെന്റും അതിനെ ഫേസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ഒരു മാജിക്കും ഒരു വിഷൻ ഉള്ള ഒരാളാണ് വന്നത്, ഒരുപാട് വിഷൻ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരാളാണ് വന്നത്. പക്ഷെ അദ്ദേഹം വന്നതുകൊണ്ട് ഒരു മാജിക്കും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതിൽ രാഷ്ട്രീയമല്ല ഞാൻ പറയണത്, ഏതൊരാൾ വന്നാലും ഇത്രയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അതായിരിക്കും ഒരു പക്ഷേ AK ആന്റണി പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ഇമ്മീഡിയറ്റ് ഒരു മാജിക്കും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. അതുപോലെ കുറച്ച് മുണ്ട് മുറുക്കി ഉടുക്കൽ, അതായത് നമ്മൾ പ്രതീക്ഷിക്കണ പോലെ വലിയ ഫ്രീബീസോ വലിയ ഇൻസെന്റീവ്സോ ഒന്നും ഇമ്മീഡിയറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതൊക്കെ സാവധാനമേ വരൂ എന്നായിരിക്കും AK ആന്റണി ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കടമെടുപ്പ് പരിധിയിൽ കേരളം ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ പോലും വരുന്നില്ല. കടമെടുക്കുന്നുണ്ട്. പക്ഷേ ഈ കടം ഒരു പ്രതിസന്ധിയാകും എന്നാണോ പറയുക? അല്ല, കടം എന്തുകൊണ്ടും പ്രതിസന്ധി തന്നെയാണ്. നമുക്ക് വരുമാനത്തെക്കാൾ കൂടുതൽ കടം വാങ്ങി കാര്യങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ, അതിപ്പോൾ നമ്മൾ ഒരു സ്റ്റേറ്റിനെ നോക്കണ്ട, നമ്മളൊരു വ്യക്തിയെ ഒരു കുടുംബത്തോ ഏതിനെ നോക്കിയാലും നമുക്ക് ആഡ്വക്കേറ്റ് ആയിട്ടുള്ള വരുമാനം ഇല്ലെങ്കിൽ കടം കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാന്ന് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കടം എടുത്ത് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് പ്രായോഗികമാവില്ല. അപ്പോൾ അതാണ് ഞാൻ നോക്കിയിട്ട് ഈ ഇലക്ഷന് മുമ്പുള്ള പല ഡിസ്കഷനുകളിലും ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി സതീശൻ സാറ് പല പ്രാവശ്യം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ടാക്സ് മാനേജ്മെന്റ്, എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ടാക്സ് മാനേജ്മെന്റിൽ കൂടെ പണം ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതല്ലാതെ നമുക്ക് ഫണ്ട് മൊബിലൈസേഷൻസ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, അത്തരത്തിലുള്ള പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ കടത്തിൽ നിന്ന് പരമാവധി മുക്തരാവുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് എന്നാണ് എനിക്ക് അദ്ദേഹത്തിന്റെ പല ഡിസ്കഷനുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അവിടെയാണ് ഈ ഫ്രീബീസ് എന്ന് പറയുന്ന സംഗതികളിലേക്കും പിന്നെ ക്ഷേമ പ്രവർത്തനങ്ങളിലേക്കും അതുപോലെ തന്നെ ശമ്പളം അടക്കമുള്ള ഓണറേറിയം അടക്കമുള്ള വിഷയങ്ങളിലേക്കും വരുമ്പോൾ ഇതൊരു പ്രശ്നമാകുമോ എന്നുള്ള ചോദ്യം ഉദിക്കുന്നത്. അതായത് ആശാ വർക്കർമാരുടെ ഓണറേറിയം ആദ്യ ക്യാബിനറ്റിൽ തന്നെ വർദ്ധിപ്പിക്കും എന്നാണ് സതീശൻ അവർക്ക് ഒരു വാഗ്ദാനം കൊടുത്തിരിക്കുന്നത്. ഇത് പ്രതിപക്ഷ നേതാവായിരിക്കെ കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദാനമാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ ആദ്യ ക്യാബിനറ്റിൽ ഈ തീരുമാനം എടുക്കുമോ എന്നുള്ളതാണ് പ്രാഥമികമായി വരുന്ന ചോദ്യം. ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്നു ശ്രീത്വമായിട്ട്, എനിക്കെന്തും പറയാം, ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ആ രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഗാലറിക്ക് പുറത്തിരുന്ന് കളി കാണാന്ന് പറയും. നമ്മളൊരു ക്രിക്കറ്റ് മത്സരം കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ മത്സരം കണ്ടുകൊണ്ടിരിക്കുന്നു. വളരെ നന്നായിട്ട് പ്ലേ ചെയ്യുന്ന ഒരു കളിക്കാരനാണ്, വളരെ നല്ല പെർഫോമറാണ്. നമ്മൾ പുറത്ത് നിന്നിട്ട് അയാൾ ഒരു ഗോളിനുള്ള അവസരം നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ നല്ലൊരു ഹിറ്റിനുള്ളൊരു അവസരം നശിപ്പിക്കുന്നു. നമ്മളിവിടെ ഇരുന്നിട്ട് പറയും അവനത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നല്ല സ്കോർ കിട്ടുമായിരുന്നു എന്ന് പറയും. പക്ഷെ പ്രായോഗികമായിട്ട് കളത്തിൽ നിൽക്കുന്നവർക്ക് അത് എളുപ്പമല്ല. അവന് അതിൻ്റെതായ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു കാണും ആ രീതിയിൽ അത് സ്കോർ ചെയ്യണതിന് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുകയോ ഒരു ഭരണത്തിന്റെ ഭാഗമല്ലാതിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയുന്ന പോലെ അത്ര എളുപ്പമാണ് കാര്യങ്ങളെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ശ്രീജിത്ത് ചോദിച്ച പോലെ ഈ ആശാവർക്കർമാരുടെ സമരത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന സമയത്താണ് നമ്മളുടെ നിയുക്ത മുഖ്യമന്ത്രി സതീശൻ സാറ് ഈ ഒരു കാര്യം പറഞ്ഞത്. അത് അന്നത്തെ ആ ഒരു സമരത്തിന്റെ വൈബിൽ നിന്നിട്ട് ആ ഒരു ആവേശത്തിൽ പറഞ്ഞതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നിലവിൽ തന്നെ ഈ 4000 രൂപയുടെ മുൻ ധനകാര്യമന്ത്രി ബാലഗോപാലിന്റെ ഈ 4000 രൂപ മിച്ചമുണ്ടെന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റിന് നമ്മൾ വിശ്വാസത്തിൽ എടുത്താൽ തന്നെ അത് സത്യമായിരിക്കാനാണ് സാധ്യത. കാരണം അതിലൊരു നുണ പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിനെ സത്യമാണെന്ന് എടുത്താൽ തന്നെ അത് ഈ റെഗുലറായിട്ട് റൊട്ടീനായിട്ട് നമ്മുടെ ഗവൺമെന്റിന് മീറ്റ് ചെയ്യേണ്ട എക്സ്പെൻഡിച്ചറുകളുണ്ട്. ശമ്പളം കൊടുക്കണം, പെൻഷൻ കൊടുക്കണം, വാങ്ങിയേക്കുന്ന കടത്തിന്റെ പലിശ കൊടുക്കണം, അല്ലാത്ത ഭരണ നിർവഹണത്തിന് വേണ്ടി വരുന്ന ചെലവുകളുണ്ട്. ഇത് കൂടാതെ ഈ പെൻഡിങ് നിൽക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുൻകാലങ്ങളിലെ പലിശ കൊടുക്കാനുള്ളതുണ്ട്, കോൺട്രാക്ടർമാരുടെയും അങ്ങനെയുള്ള സർവീസ് പ്രൊവൈഡേഴ്സിന്റെയും പേയ്മെന്റുകൾ കൊടുക്കാനുണ്ട്. അത്തരത്തിൽ ഒരുപാട് നിലവിൽ തന്നെ ഉള്ള കാര്യങ്ങളുണ്ട്. അതിന് പുറമെയാണ് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ. അപ്പോൾ ഇമ്മീഡിയറ്റ് ഈ 21,000 വെച്ച് ഓണറേറിയം കൊടുക്കുക എന്നുള്ളത് സമരം ചെയ്യുന്ന ഏതാനും ആശാവർക്കർമാർക്ക് മാത്രമല്ല, കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആശാവർക്കർമാർക്കും അത് ചെല്ലേണ്ട ഒരു ആനുകൂല്യമാണ്. അപ്പൊ അത് തന്നെ ഭീമമായിട്ടുള്ള ഒരു തുക ആവശ്യം വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് എളുപ്പത്തിൽ എനിക്ക് തോന്നുന്നില്ല ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ അത് പാസ്സാക്കി കഴിഞ്ഞാൽ അതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും. പക്ഷെ ഒരു പക്ഷേ അദ്ദേഹം വളരെ വിഷണറി ആയിട്ടുള്ള ഒരാളാണ്, പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാൻ
ആർജവം ഉള്ള ഒരാളാണെന്ന് തെളിയിക്കാൻ ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിൽ അപ്പൊ ചിലപ്പോൾ ഒരു പക്ഷേ കടത്തിലേക്ക് തന്നെ കൊണ്ടുവരും, വീണ്ടും കടമെടുത്ത് തന്നെ അത് മീറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക്. അല്ലാതെ ഇമ്മീഡിയറ്റ് എന്തായാലും 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ അത് കൊടുക്കാൻ പാകത്തിനുള്ള ഒരു ഫൈനാൻസ് മാനേജ്മെന്റ് ഈസി ആയിട്ട് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് മാത്രമല്ല വാഗ്ദാനങ്ങളുള്ളത്. UDFിൻ്റെ പ്രകടന പത്രികയിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ട്, ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് പല ഇനങ്ങളിലായി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സൗജന്യ പദ്ധതികളാണത്. അതൊക്കെ എങ്ങനെ നടപ്പാക്കാനാകുമെന്നാണ്? ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഡിസ്കഷൻ കേട്ടപ്പോൾ ഗാലക്സി ഓഫ് ലീഡേഴ്സ് ആണ് ഞങ്ങൾക്കുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഗാലക്സി ഓഫ് വാഗ്ദാനങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞ ഗാലക്സി ഓഫ് പ്രോമിസസ് ആണ്. ഈ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന രീതിയിൽ പറയുന്ന 5 ഡയറക്റ്റ് ആയിട്ട് ഫൈനാൻഷ്യൽ ഇമ്പാക്റ്റ് ഉള്ള 5 കാര്യങ്ങളും ഒരു ഇൻഡയറക്റ്റ് ഫൈനാൻഷ്യൽ ഇമ്പാക്റ്റ് ഉള്ള ഒരു കാര്യം. അതായത് ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് ഇല്ലാത്ത കാര്യം എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൺസിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് മിനിസ്ട്രി ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പൊ അത് ആ മിനിസ്ട്രിയുടെ പോളിസിയൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അതിലെ ഫൈനാൻഷ്യൽ ഇമ്പാക്ട് എത്ര വരും എന്നുള്ളത്, അതായത് ഗവൺമെന്റിന് ഡയറക്റ്റ് ഫൈനാൻഷ്യൽ ഇമ്പാക്ട് എത്ര വരും എന്നുള്ളത്. ബാക്കി 5 ഡയറക്റ്റ് ഫൈനാൻഷ്യൽ ഇമ്പാക്ട് ഉള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. രണ്ടാമത്തേത് കോളേജ് ഗോയിങ് ഗേൾ സ്റ്റുഡൻസ്, അതായത് കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപയുടെ സ്റ്റൈഫൻഡ് നൽകും. മൂന്നാമത്തേത് യുവജനങ്ങൾക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ സംരംഭങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ വരെ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുക്കും. അതുപോലെ KSRTCയിൽ വനിതകൾക്ക് യാത്രാ സൗജന്യം. അഞ്ചാമതായിട്ട് ഇൻഷുറൻസ് പരിരക്ഷ, ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ എല്ലാ കുടുംബങ്ങൾക്കും. അത് 25 ലക്ഷം രൂപ കവറേജ് ഉള്ളത് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നുള്ള പേരിൽ. അപ്പോൾ ഇതിൽ ഏതെടുത്താലും ഇത് നമ്മളുടെ 1000 രൂപയുടെ ഇമ്പാക്ട് എടുത്താൽ അതിന് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ആണ്. ഖജനാവിൽ നിന്ന് കാശ് കണ്ടെത്തണം അത് കൊടുക്കാൻ. രണ്ടാമത്തെ ക്ഷേമ പെൻഷൻ നിലവിൽ എന്താണോ അതിന്റെ എക്സ്പെൻഡിച്ചർ അതിന്റെ 1/3 കൂടി ഉണ്ടെങ്കിലാണ് 3000 ആയിട്ട് ആവറേജ് നമുക്ക് ആ 3000 രൂപ ഒരു 1/3 എക്സ്ട്രാ റിസോഴ്സ് കണ്ടെത്തിയേ പറ്റുള്ളൂ. മൂന്നാമത്തതെന്ന് പറഞ്ഞാൽ ഈ ഇവർക്കുള്ളതാണ്, നമ്മുടെ യുവജനങ്ങൾക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നടത്താൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ. അത് ഏത് രീതിയിലായിരിക്കും എന്ന് വെച്ചാൽ അതൊരു പക്ഷേ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളോ ബാങ്കോ ആയിട്ട് ഒരു ടൈപ്പിൽ നമ്മളുടെ ഈ മുദ്രാ ലോണൊക്കെ പോലെ ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലോൺ കൊടുക്കാനുള്ള തുക ബാങ്കുകൾ കൊടുക്കും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. പക്ഷേ ഈ ഇൻട്രസ്റ്റ് ഒരു സാമ്പത്തിക സ്ഥാപനത്തെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് വാങ്ങാതെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഗവൺമെന്റ് സബ്സിഡൈസ് ചെയ്യുക അല്ലെങ്കിൽ സബ്വെൻഷൻ കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അപ്പോൾ ആ ഇൻട്രസ്റ്റ് സബ്വെൻഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഭീമമായ തുക കണ്ടെത്തേണ്ടി വരും, സർക്കാർ അടയ്ക്കേണ്ടി വരും. അതെ. പിന്നെ നാലാമത്തേതെന്ന് പറഞ്ഞാൽ KSRTCയിലെ സൗജന്യ യാത്ര. അതും ഈ ഒരു പാംഫ്ലെറ്റിൽ 5 ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ കണ്ടത്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്കറിയില്ല. എന്നിരുന്നാൽ പോലും ഇനി വളരെ ചെറിയൊരു വിഭാഗത്തിനാണ് കൊടുക്കുന്നുള്ളൂ എന്ന് കരുതുക. ഇപ്പൊ ഈ പറഞ്ഞ ഏതെടുത്താലും ബ്ലാങ്കറ്റ് ആയിട്ട് കേരളത്തിലുള്ള എല്ലാ വനിതാ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനും ഈ 1000 രൂപ വെച്ച് കൊടുക്കുമെന്ന് അത് കൊടുക്കൽ പ്രായോഗികമാണെന്നും ആവശ്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത് നമ്മൾ പറഞ്ഞ ഈ 5 ലക്ഷം രൂപയുടെ സംരംഭകർക്കുള്ള ലോണാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ക്ഷേമ പെൻഷൻ നിലവിലുള്ള ഗുണഭോക്താക്കൾക്ക് വീണ്ടും തുടരുമായിരിക്കും. പുതിയ ഗുണഭോക്താക്കൾ വരുമോ എന്ന് എനിക്കറിയില്ല. KSRTCയിലെ യാത്രാ സൗജന്യം അതും വനിതകൾക്ക് എല്ലാവർക്കും കൊടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികവുമല്ല. അത് എത്രത്തോളം കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ള കാര്യം സംശയമുണ്ട്. എല്ലാവർക്കും ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പൊ ഈ 4 കാര്യങ്ങൾ നമുക്ക് ഒരു രീതിയിൽ തന്നെ കാണേണ്ട കാര്യങ്ങളാണ്. അതിന് ഒരു ക്രൈറ്റീരിയ ചിലപ്പോൾ നമ്മളെ റേഷൻ കാർഡിനെ ബേസ് ചെയ്തിട്ടോ ഇൻകം ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടോ എന്താണെന്ന് എനിക്കറിയില്ല. ആ രീതിയിൽ ഒരു ക്രൈറ്റീരിയ എന്തായാലും ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. ബ്ലാങ്കറ്റ് ആയിട്ട് എല്ലാവർക്കും കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചും പ്രായോഗികമാണെന്ന് എനിക്ക് തോന്നണില്ല. ഈ ഇൻഷുറൻസിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട്. അതിനു മുമ്പ് ഈ ആദ്യത്തെ 3 കാര്യങ്ങളെ വിട്ടിട്ട് ഈ KSRTCയിലെ യാത്രാ സൗജന്യത്തിന് വേറെ ഇമ്പാക്റ്റുകളുണ്ട്. മറ്റേത് ഡയറക്റ്റ് ബെനിഫിഷ്യറിക്ക് കിട്ടുന്നു, അതുകൊണ്ടുണ്ടാവുന്ന ബെനിഫിറ്റുകളാണ് കൂടുതലുള്ളത്. ഈ KSRTCക്ക് കൊടുക്കുന്നത് KSRTC എന്ന് പറയുന്നത് ഈ മുൻ മന്ത്രി, അതായത് കഴിഞ്ഞുപോയ ഗവൺമെന്റിലെ മന്ത്രി പറയുന്ന അനുസരിച്ച് അത് ഓപ്പറേഷണൽ പ്രോഫിറ്റിലാണ്. വർഷങ്ങളോളം ലോസിൽ പോയിട്ട് ഈ ഓപ്പറേറ്റിംഗ് ഇൻകവും ഓപ്പറേറ്റിംഗ് എക്സ്പെൻഡിച്ചറും ബ്രേക്ക് ഈവൻ ആയിട്ട് കഷ്ടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ എത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോഴും ശമ്പളത്തിനുള്ള പണം സർക്കാർ അതെ അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഭാഗത്തുള്ള പണമൊന്നും അതെല്ലാം നെഗറ്റീവിലാണ് പോണത്. ആ സിറ്റുവേഷനിൽ നിന്ന് ഈ മുഴുവൻ വനിതകൾക്കെന്നല്ല ഒരു പാർട്ട് വനിതകൾക്ക് പോലും സൗജന്യം കൊടുത്താൽ അതിന്റെ ഇക്വിലിബ്രിയം കംപ്ലീറ്റ് പോവുകയും വീണ്ടും അത് വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യും എന്നുള്ളത് അതിന്റെ ഡയറക്റ്റ് ഇമ്പാക്ട്. ഇനി അത് മാത്രമല്ല, ഈ KSRTC ബസ്സിൽ സൗജന്യം കൊടുക്കുന്നതോടുകൂടി എന്ത് സംഭവിക്കും?
ഈ പ്രൈവറ്റ് മേഖലയിലുള്ള ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളുണ്ടല്ലോ, പ്രൈവറ്റ് ബസ്സും അങ്ങനെയുള്ള സംവിധാനങ്ങൾ, അതിനെ അത് ഇമ്പാക്ട് ചെയ്യും. ഇത് സൗജന്യമാകുമ്പോഴത്തേക്ക് അതിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുറെ യാത്രക്കാരും കൂടി ഇതിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ആ ബസ് വ്യവസായത്തെ മാത്രമല്ല, പ്രൈവറ്റ് ബസ് വ്യവസായത്തെ മാത്രമല്ല, അതിനെ ഉപജീവിച്ച് കഴിയുന്ന സാധാരണക്കാര്, ഈ അതിലെ തൊഴിലാളികൾ, അതിന്റെ റിപ്പയർ മെയിൻ്റനൻസും അങ്ങനത്തെ കാര്യങ്ങളായിട്ട് കൊളാറ്ററലായിട്ടുള്ള ഒരുപാട് ഡാമേജുകൾ. അപ്പോൾ ഇത് ദൂരവ്യാപകമായ ഒരു എഫക്റ്റ് ഇതുകൊണ്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഗവൺമെന്റ് തന്നെ ഫോമായി വരുന്നതിന് മുമ്പേ ഗവൺമെന്റിനെതിരെ ഈ വാഗ്ദാനത്തിന്റെ പേരിൽ ഒരു സമരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ അത് എനിക്ക് തോന്നണില്ല, വളരെയധികം ആലോചിക്കുകയും ഏത് രീതിയിൽ നടപ്പാക്കുകയും ചെയ്യേണ്ട വരും എന്നുള്ളതിന് വലിയൊരു ബ്രെയിൻ സ്റ്റോമിംഗ് പ്രോസസ്സ് തന്നെ വേണ്ടി വന്നേക്കും എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ആ KSRTC എന്ന് പറഞ്ഞാൽ പൊതുഗതാഗത സംവിധാനം തന്നെ ഇല്ലാതെയായി പോണ ഒരു സിറ്റുവേഷൻ ഞാൻ പേടിക്കുന്നുണ്ട്. ഇനി ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് നമുക്ക് കേൾക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. 25 ലക്ഷം രൂപ ഓരോ വീടിനും ഓരോ കുടുംബത്തിനും കവറേജ് കിട്ടുന്ന ഇൻഷുറൻസ് നല്ലതല്ലേ എന്ന് തോന്നും. അതിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പൊക്കെ പോലെ ഇൻഷുറൻസിനെ ബേസ് ചെയ്ത് ഹെൽത്ത് കെയർ നിൽക്കുന്ന സ്ഥലങ്ങൾ, അവിടങ്ങളിൽ ജീവിക്കുന്നവരോട് നമ്മളൊന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇന്ന് നമുക്ക് ഇവിടെ ഒരു ചെറിയ പനി വന്നു, ഒരു ജലദോഷം വന്നു, ഒരു തലവേദന വന്നു, നമ്മൾ നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോയി സ്വന്തം മരുന്ന് മേടിച്ച് കഴിക്കുന്ന കാര്യമല്ല ഞാൻ പറയണത്. നമുക്ക് നേരെ ഈസി ആയിട്ട് പോയിട്ട് ഒരു ചെറിയ ഒരു ആശുപത്രിയിലോ ഗവൺമെന്റ് ആശുപത്രിയിലോ എവിടെയെങ്കിലും പോയിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മരുന്ന് വാങ്ങി നമ്മുടെ പ്രശ്നം തീർക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പിലുള്ള രാജ്യങ്ങൾ, അത്തരം രാജ്യങ്ങളിൽ ഇൻഷുറൻസിനെ ബേസ് ചെയ്തിട്ട് ഹെൽത്ത് കെയർ നിൽക്കുന്ന രാജ്യങ്ങളിൽ നിങ്ങൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ നിങ്ങൾക്ക് ആക്സസബിളേ അല്ല, ഈസിലി ആക്സസബിളേ അല്ല. ബ്യൂറോക്രസി അതിന്റെ ഏറ്റവും മോശം അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്, അമേരിക്കയിലുള്ളവരോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഹെൽത്ത് കെയർ ഇൻഷുറൻസ് ആണ്. നിങ്ങൾക്ക് സമയത്തിന് ചികിത്സ കിട്ടില്ല, എളുപ്പത്തിൽ ചികിത്സ കിട്ടില്ല, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ ഇൻഷുറൻസ് ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ എല്ലാവരും 25 ലക്ഷം ഇൻഷുറൻസ് കവറേജുള്ള കുടുംബങ്ങളായി മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ നാട്ടിലെ സാധാരണ ഇൻഷുറൻസ് മെഡിക്കൽ സ്ഥാപനങ്ങൾക്ക്, ആരോഗ്യരക്ഷാ സ്ഥാപനങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റില്ല. എപ്പോഴും ഈ ഇൻഷുറൻസ് കമ്പനികൾ ചെറിയ ചെറിയ ഓർഗനൈസേഷനുകളായിരിക്കില്ല ടൈപ്പ് വരണം, വലിയ ഓർഗനൈസേഷനുകളായിട്ടായിരിക്കും. രണ്ടാമത്തത്, നമ്മുടെ സർക്കാർ ഇതിന് 25 ലക്ഷം രൂപയുടെ കവറേജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര രൂപയുടെ പ്രീമിയം ആയിരിക്കും അതിൽ വരണത്? അത് ഗവൺമെന്റ് ബെയർ ചെയ്യണമല്ലോ. അപ്പൊ ഗവൺമെന്റ് ഈ ഇൻഷുറൻസിന് വേണ്ടി അത്രയും രൂപ ബെയർ ചെയ്യുമ്പോൾ പിന്നെ ഈ ഹെൽത്ത് കെയർ സംവിധാനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അത് ചെയ്യുമോ? എനിക്ക് തോന്നണില്ല. എല്ലാവർക്കും ഇൻഷുറൻസ് കൊടുക്കുമ്പോൾ പിന്നെ ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളൊക്കെ ഈ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം എന്താ? അപ്പോൾ ഞാൻ കാണുന്ന ഒരു ഭീഷണിയാണത്. ഈ ബാക്കി 4 വാഗ്ദാനങ്ങളും നടപ്പിലാക്കിയാലും ഞാനിപ്പോൾ മനസ്സിലാക്കണതനുസരിച്ച് ഇത് നടപ്പിലാകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ഫൈനാൻഷ്യൽ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ MPhil ഇൻഷുറൻസിലാണ്. അപ്പോൾ ഞാൻ ഇൻഷുറൻസിനെ പറ്റി മനസ്സിലാക്കണതനുസരിച്ച് ഈ ഇൻഷുറൻസ് ദൂരവ്യാപകമായ ഇമ്പാക്ട്സ്, പ്രത്യേകിച്ച് നമ്മളുടെ ഹെൽത്ത് കെയർ സെഗ്മെന്റ് അത്യാവശ്യം നന്നായിട്ട് പോകുന്ന നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കും എന്നുള്ള ഒരു പേടി എനിക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇത് വലിയ ഹ്യൂജ് ഇമ്പാക്റ്റ് ഇതിൽ വരാനുള്ള സംഭവം ആയതുകൊണ്ട് ഇമ്മീഡിയറ്റ് ഒന്നും ഇടിപിടിയെന്ന് പറഞ്ഞിട്ടൊന്നും അതിൻ്റെ നടപടി വരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് നമുക്ക് ത്രട്ടനിങ് ആയിട്ട് കാണുന്ന ചില കാര്യങ്ങൾ, ഒന്ന്, നമ്മളുടെ നാട്ടിലെ സാധാരണ ആശുപത്രികളിലേക്കും കൂടി വിദേശ ഇൻവെസ്റ്റ്മെന്റ്സ് കയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പരസ്പരം മത്സരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പല മെഡിക്കൽ സ്ഥാപനങ്ങളും വിദേശ കുത്തകകളുടെ ഉടമസ്ഥതയിലേക്ക് മാറിക്കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ഇവിടുത്തെ പ്രധാനപ്പെട്ട നല്ല ഹോസ്പിറ്റലുകളെല്ലാം ഫോക്കസ് ചെയ്ത് അത് വാങ്ങാൻ വേണ്ടിയുള്ള ഒരു മുന്നോട്ട് പോക്കിലാണ്. അതിനിടയ്ക്കാണ് ഈ ഇൻഷുറൻസ് പദ്ധതി കൂടി വരുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നിട്ട് നമ്മളുടെ ഇവിടെ ഇപ്പൊ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ കൊള്ളാവുന്നതെന്ന് പറയാവുന്ന ഈ ഒരു ആരോഗ്യ മേഖല ഒരു പക്ഷേ ഇപ്പോൾ ഉള്ള സെറ്റിൽഡ് പൊസിഷനിൽ നിന്ന് വളരെ അൺസെറ്റിൽഡ് പൊസിഷനിലേക്ക് മാറുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഫൈനാൻഷ്യൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് വലുതാണ്. കാരണം 25 ലക്ഷം രൂപ വെച്ച ഒരു കുടുംബത്തിന് കവറേജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭീമമായ പ്രീമിയം കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ പ്രീമിയം താങ്ങാൻ സർക്കാരിന് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഈ സാമ്പത്തിക ആഘാതം ഉണ്ടാവില്ല എന്ന് പറയുന്നതാണ് ഇപ്പോൾ വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് എന്ന് പറയുന്നത്. അത് എന്താകും എന്നാണ് കരുതുന്നത്? അത് ഒരു പക്ഷേ നല്ലൊരു കാര്യമാണ്. കാരണം കേരളത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇന്ത്യ മൊത്തം നോക്കുമ്പോഴത്തേക്കും ടോട്ടൽ പോപ്പുലേഷന്റെ അകത്ത് 60 വയസ്സിന് മുകളിലുള്ളവരുടെ ഒരു പെർസെൻറ്റേജിന്റെ ഇരട്ടിക്ക് മുകളിലാണ് കേരളത്തിലെ വയോജനങ്ങളുടെ ഒരു, അത് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെടുത്ത
ആരോഗ്യ സംവിധാനങ്ങളുടെയും ഈ ആളുകൾ തന്നെ കീപ്പ് ചെയ്യുന്ന ഒരു ഹെൽത്ത് പ്രോട്ടോകോളിന്റെ എല്ലാം ഗുണമാണ്. അപ്പോൾ ആ ഒരു സെഗ്മെന്റ് നമുക്ക് ഇവിടെ വലുതാണ്. പിന്നെ ഒരു പരിധി വരെ, ചെറിയ ഒരു പരിധി വരെ മൈഗ്രേഷൻ, യങ് ആയിട്ടുള്ള ആളുകളൊക്കെ പുറത്തേക്ക് പോകുന്നു, ഇവിടെ താരതമ്യേന പ്രായം കൂടുതലുള്ളവർ ഇവിടെ ജീവിക്കുന്നു എന്നുള്ള ആ ഒരു ഇതെല്ലാം കൂടി നോക്കുമ്പോഴത്തേക്ക് അവർ ഈ ഒരു ടോട്ടൽ ഡെമോഗ്രഫിയുടെ ഒരു മെയിൻ പാർട്ടാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു വകുപ്പ് ഉണ്ടാവുകയും അവർക്ക് അഗെയിൻസ്റ്റ് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പ്രത്യേകമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു വകുപ്പും അതിനൊരു മന്ത്രിയൊക്കെ ഉണ്ടെങ്കിൽ, അതിനുവേണ്ടി ഒരു കമ്മീഷനോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണെന്നുള്ളൊരു അഭിപ്രായം. അപ്പോൾ അതിൽ ഡയറക്റ്റ് ഫൈനാൻഷ്യൽ ഇമ്പാക്റ്റ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ഗവൺമെന്റിന് ഈ ഒരു മിനിസ്ട്രി മെയിൻറ്റെയിൻ ചെയ്യണതന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ അതിൻ്റെ അകത്ത് അവരെന്ത് പദ്ധതികളാണ് ആസൂത്രണം ചെയ്യണമെന്നനുസരിച്ച് അതിന് വീണ്ടും ചിലപ്പോൾ വരുമായിരിക്കും. പക്ഷെ എനിവേ അത് അത്ര നല്ലൊരു ഈ പറഞ്ഞതെല്ലാം ശ്ലാഘനീയമായ കാര്യങ്ങളാണ്. പക്ഷെ അതിനെല്ലാം ഫൈനാൻഷ്യൽ ബെയറിംഗ് ഉണ്ട്. ഇതിൽ ഇമ്മീഡിയറ്റ് ഫൈനാൻഷ്യൽ ബെയറിങ്ങിനേക്കാളും കൂടുതൽ ഒരു പോളിസിയിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കഴിഞ്ഞ സർക്കാർ ഈ സാമ്പത്തിക കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഒരു സംവിധാനമാണ് കിഫ്ബി എന്ന് പറയുന്നത്. ഈ കിഫ്ബിക്കെതിരെ വലിയ വിമർശനം ഉയർത്തിയിട്ടുള്ള ആളാണ് വി ഡി സതീശൻ, അതുപോലെ തന്നെ യു ഡി എഫിലെ നേതാക്കന്മാരെല്ലാവരും തന്നെ. ഈ കിഫ്ബി ഉപയോഗിച്ചുകൊണ്ടുള്ള പദ്ധതികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, വികസന പ്രവർത്തനങ്ങളാണ് പ്രധാനമായും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ അത് പരസ്യം ചെയ്യുന്നു എന്നുള്ള ആരോപണം വേറെ നിൽക്കുന്നുമുണ്ട്. ഈ കിഫ്ബിയുടെ ഒരു ഭാവി പുതിയ സർക്കാരിൻ്റെ കീഴിൽ എന്താകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? കിഫ്ബിയുടെ ഞാൻ കാണുന്ന ഒരു പ്രശ്നം, നമ്മുടെ കേരളത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിലും ഈ ഒരു ഭരിക്കുന്നവർ ചെയ്യുന്നതിനെ അന്ധമായി എതിർക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിരിക്കുന്നവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ യു ഡി എഫ് ഭരിക്കുമ്പോൾ എൽ ഡി എഫ് ആണെങ്കിലും, എൽ ഡി എഫ് ഭരിക്കുമ്പോൾ യു ഡി എഫ് ആണെങ്കിലും, ഈ ഭരിക്കുന്നവർ ചെയ്യുന്നതിനെ അന്ധമായിട്ട് എതിർക്കുക എന്നുള്ള. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കിഫ്ബി വന്ന സമയത്ത് അതിന്റെ ഗുണങ്ങൾ കാണുന്നതിനേക്കാളും കൂടുതൽ ദോഷങ്ങൾ കാണാൻ ശ്രമിച്ചതിന്റെ ഒരു പ്രശ്നമാണ് അതിലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിനെ ആളുകളെ രാഷ്ട്രീയമായിട്ട് റീഡ് ചെയ്യുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. എന്നാൽ പോലും ഞാൻ എൻ്റെ ഒരു തോന്നലനുസരിച്ച് കിഫ്ബി വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരുപാട് ഡെവലപ്മെന്റും പ്രോഗ്രസ്സും വന്നിട്ടുണ്ട്. കിഫ്ബി അതിനനുസരിച്ചിട്ട് കിഫ്ബി കടമെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കിഫ്ബിയെ പറ്റി ഞാൻ ഈ നിയുക്ത മുഖ്യമന്ത്രി പറഞ്ഞ ഒരു പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഒരു കാര്യമുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത് ഭരണഘടനാ വിരുദ്ധമാണ്. എനിക്ക് ഭരണഘടനാ വിരുദ്ധം എന്നതിനേക്കാളും ബജറ്റിന് പുറത്തുള്ളതാണ്. സാധാരണ ഒരു ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് ബജറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത് ബജറ്റിന് പുറത്ത് ഉള്ള ഒരു സംവിധാനമാണ് കിഫ്ബി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അതിനെ ഒരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതിനെ അവതരിപ്പിക്കുന്നത്. കിഫ്ബി പ്ലാനിലിരുന്ന സമയത്ത് പെട്ടെന്ന് ഗവൺമെന്റ് മാറി ഇദ്ദേഹം വരികയും ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് നടപ്പിലാവില്ലായിരുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കിഫ്ബി വഴിക്ക് തുടങ്ങി വെച്ച പദ്ധതികളും കിഫ്ബി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാമ്പത്തിക ബാധ്യതയും, അപ്പൊ ഇതൊരു സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ ഒരു സുപ്രഭാതത്തില് അത് പഴയ ഗവൺമെന്റ് തീരുമാനിച്ചാണ്, ഞങ്ങൾ ഇത് ചെയ്യില്ലെന്നൊന്നും പറഞ്ഞിട്ട് മാറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതെ, സർക്കാർ എന്ന് പറയുന്നത് തുടർച്ചയാണ്, ഗവേണൻസിന്റെ രീതി മാത്രമേ മാറുള്ളൂ. അപ്പോൾ ഒരു സർക്കാർ മാറി അടുത്ത സർക്കാർ, 12ാം മുഖ്യമന്ത്രി മാറി 13ാം മുഖ്യമന്ത്രി വന്നു. അപ്പൊ 13ാം മുഖ്യമന്ത്രിക്ക് ഒരു സുപ്രഭാതത്തില്, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയ്ക്ക് ഒരു സുപ്രഭാതത്തില് കിഫ്ബി എടുത്ത് കളയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് കിഫ്ബി തുടരും. പക്ഷെ അതിന്റെ കാതലായ കാര്യങ്ങളും അതിന്റെ ഓപ്പറേഷണൽ സ്റ്റൈലും എല്ലാം ചിലപ്പോൾ മുഴുവനായിട്ട് റീസ്ട്രക്ചർ ചെയ്യുകയും റീ എഞ്ചിനീയർ ചെയ്യുകയും ചെയ്തിട്ട് വേറൊരു രീതിയിലായിരിക്കും ചിലപ്പോൾ കിഫ്ബി മുന്നോട്ട് പോകുന്നത്. കിഫ്ബി കംപ്ലീറ്റ് ആയിട്ട് നിർത്തിപ്പോകുമെന്ന് ഞാൻ വിചാരിക്കണില്ല. കാരണം അത് പ്രായോഗികമല്ല എന്നുള്ളത് കൊണ്ടാണ്. അതിനോട് പൂർണ്ണമായിട്ട് ഇവർക്ക് യോജിക്കാൻ പറ്റിയത് കൊണ്ടോ അല്ലെങ്കിൽ അതിന് കീഴടങ്ങിപ്പോയി എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ എന്തെങ്കിലും മോശമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ഗുണപരമായ കാര്യങ്ങൾ തെരഞ്ഞെടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഈ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെങ്കിൽ പണ്ടേ ഇതിൽ കോടതിയൊക്കെ ഇടപെട്ട് ഇത് നിർത്തി കളയേണ്ടതായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിലവിൽ ഇതുണ്ട്. അതനുസരിച്ചിട്ട് ഒത്തിരി ഇപ്പൊ ഈ ജയിച്ചു വന്നിരിക്കുന്ന ഈ പുതിയ ഭരണകക്ഷിയുടെ MLA-മാരും ഭൂരിഭാഗവും ഇതിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് അവരുടെ മണ്ഡലങ്ങളിൽ വികസനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ആരും നിഷേധിക്കണില്ല. അപ്പൊ അതുകൊണ്ട് കിഫ്ബി തുടരും എന്ന് തന്നെയാണ്, ചിലപ്പോൾ ഒരുപക്ഷെ മറ്റൊരു രൂപത്തിലും ഭാവത്തിലും കിഫ്ബി തുടരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ പുതിയ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മുൻകാല ചർച്ചകളിലൊക്കെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പ്രധാനമായും പറയുന്ന ഒരു കാര്യമാണ് ഈ റിവേഴ്സ് റെമിറ്റൻസ് ഇല്ലാതാക്കും എന്ന് പറയുന്നത്. ഈ റിവേഴ്സ് റെമിറ്റൻസ് സംസ്ഥാനത്ത് ഇല്ലാതാക്കാൻ കഴിയും എന്ന ആശയത്തോടെ എങ്ങനെയാണ്? അതിലെനിക്ക്, അതായത് അദ്ദേഹത്തിന്റെ 2-3 ഡിസ്കഷൻസ് ഞാൻ ഇതിൽ കേട്ടിരുന്നു. റെമിറ്റൻസ് എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തെ പറ്റിയല്ല, ശരിക്കും ഒരു രാജ്യത്തെ പറ്റി, രാജ്യത്തിന്റെ എക്കോണമിയിലാണ് റെമിറ്റൻസിന് ഇമ്പോർട്ടൻസ് വരുന്നത്. ഒരു രാജ്യത്തിന് പുറത്ത് ആ രാജ്യത്തിന്റെ പൗരന്മാർ പോയിട്ട് ഈ ചെന്ന് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന രാജ്യത്തു നിന്ന് അദ്ദേഹത്തിന്റെ മാതൃരാജ്യത്തേക്ക് ഫണ്ട് കൊണ്ടുവരുന്നതിനെയാണ് റെമിറ്റൻസ് എന്ന് നമ്മൾ എക്കണോമിക്സിൽ പറയണത്. ആ റെമിറ്റൻസിന് നേരെ വിരുദ്ധമായിട്ട്
നമ്മളുടെ ഇവിടെയുള്ള പൗരന്മാർ വിദേശത്ത് ഒരു സ്ഥലത്ത് നിന്ന് സെറ്റിൽ ആവുക അല്ലെങ്കിൽ അവിടെ താമസിക്കുകയോ ചെയ്യുമ്പോൾ ഇവിടെയുള്ള റിസോഴ്സുകൾ, സാമ്പത്തിക വിഭവം, നമ്മുടെ സാമ്പത്തിക വിഭവങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു NRI ആയിട്ടുള്ള ഒരാൾക്ക് ഇവിടെ കുറേയധികം സ്വത്തുണ്ടായിരുന്നു. അദ്ദേഹം ഇതെല്ലാം ലിക്വിഡേറ്റ് ചെയ്ത് കാശാക്കി ഇത് ഇദ്ദേഹം താമസിക്കുന്ന രാജ്യത്തേക്ക് കാനഡയ്ക്ക് കൊണ്ടുപോകാമെന്നായിരിക്കും ഉദാഹരണത്തിന്. അതാണ് റിവേഴ്സ് റെമിറ്റൻസ് എന്ന് പറയുന്നത്. അദ്ദേഹം കാനഡയിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗൾഫിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ഏണിങ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് റെമിറ്റൻസ് എന്നും ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് റിവേഴ്സ് റെമിറ്റൻസ് എന്നും പറയുന്നു. അപ്പോൾ കേരളത്തിന്റെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരുപാട് മൈഗ്രേഷൻസും എക്സ്പാറ്റ്സ് ഇവിടെ ഒരുപാടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫണ്ട് കൊണ്ടുപോകുന്ന അതാണ് റിവേഴ്സ് റെമിറ്റൻസ് എന്ന് ഇദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ ഇദ്ദേഹം അതിനെ വിശദീകരിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത് അതിനെയല്ല. ഈ റിവേഴ്സ് റെമിറ്റൻസ് എന്ന് ഈ സതീശൻ സാറ് പറയുന്നത് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ, മൈഗ്രന്റ് വർക്കേഴ്സ് കേരളത്തിൽ വന്ന് വർക്ക് ചെയ്യുന്നു വളരെയധികം ഉണ്ടല്ലോ. അവര് വലിയ വലിയ പോക്കറ്റുകൾ തന്നെ, അവർ താമസിക്കുന്ന പോക്കറ്റുകൾ തന്നെ കേരളത്തിൽ പല സ്ഥലങ്ങളിലുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ പെരുമ്പാവൂരും വാതുരുത്തിയിലും ഒക്കെ അവര് ധാരാളം ഉണ്ട്. അപ്പൊ ഇവരിവിടെ വന്നിട്ട് അവരിവിടെ അവരുടെ സേവനങ്ങൾ പലതരം സ്കിൽഡ്, അൺസ്കിൽഡ്, സെമി സ്കിൽഡ് വർക്കൊക്കെ ചെയ്ത് അതിന് അവർ ഏൺ ചെയ്യുന്ന കൂലി അല്ലെങ്കിൽ വേജസ്, അതിന്റെ ഒരു ഭാഗം അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്നതിനെയാണ് ഇദ്ദേഹം റിവേഴ്സ് റെമിറ്റൻസ് എന്ന് പറഞ്ഞു കാണണത്. സത്യത്തിൽ അത് റിവേഴ്സ് റെമിറ്റൻസ് അല്ല. നമ്മുടെ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ, സംസ്ഥാനങ്ങളുടെ ഒരു ഫെഡറൽ സിസ്റ്റം ആണല്ലോ അത്, ഭരണഘടന അനുസരിച്ച്. ഒരു സംസ്ഥാനത്ത് ഉള്ള ആള് ഈ രാജ്യത്ത് തന്നെ മറ്റൊരു സംസ്ഥാനത്ത് പോയി വർക്ക് ചെയ്യുകയും അവിടെ അയാൾക്ക് കിട്ടുന്ന കൂലി അയാളുടെ വീട്ടിലേക്ക് അയക്കുകയും ചെയ്യുന്നതിന് നമുക്കൊരു സംസ്ഥാനം, അതിന് അദ്ദേഹം പ്രയോഗിച്ച ഒരു കാര്യം ഒട്ടും പൊളിറ്റിക്കലി കറക്റ്റ് അല്ലെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം സൈഫൺ ഔട്ട് ചെയ്യുന്നു എന്നാണ് ഒരു വാക്ക് പറയുന്നത് കേട്ടത്. അതായത് കേരളത്തില് പണിയെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ നിന്ന് കിട്ടുന്ന പണം അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് സൈഫൺ ഔട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പൊ ആ പ്രയോഗം ഒരിക്കലും ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഫെഡറൽ സംവിധാനത്തിൽ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഇവിടേക്ക് ഇന്റേണൽ മൈഗ്രൻസ് ആണ് അവര് നമ്മൾ ഇവിടെ നിന്ന് മദ്രാസിൽ പോയി ജീവിച്ചവരുണ്ട്, ബോംബെയിൽ പോയി ജീവിച്ചവരുണ്ട്, അതുപോലെ അവിടെ നിന്ന് ഇവിടേക്ക് വരുന്നു. അപ്പൊ ഇവിടെ അവരുടെ ഏണിംഗ് കണ്ടെത്തി അതിന്റെ അകത്തുനിന്ന് ഒരു തുക അവരവരുടെ കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടി ഇവിടെ അങ്ങോട്ട് അയക്കുന്നു. അതൊരിക്കലും റിവേഴ്സ് റെമിറ്റൻസ് അല്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, മുഴുവൻ എമൗണ്ട് അവർ കൊണ്ടുപോകുന്നില്ല. ഇവിടെ കൂലിയായിട്ട് കിട്ടുന്നതിൽ നല്ലൊരു തുക അവരിവിടെ ഭക്ഷണം ഉണ്ടാക്കാനും താമസിക്കാനും അങ്ങനെ ഇവിടുത്തെ മാർക്കറ്റിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ വാടകയ്ക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ വീട്ടുടമകൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയും ഉപയോഗിക്കപ്പെടുന്നുണ്ട് ആ പണം. അപ്പൊ അതുകൊണ്ട് റിവേഴ്സ് റെമിറ്റൻസ് എന്ന് അദ്ദേഹം പറയുന്നതായിട്ട് ഞാൻ കേട്ടത് ഈ ഇന്റേണൽ റെമിറ്റൻസിനെയാണ്, ഇന്റേണൽ ഫ്ലോ ഓഫ് മണിയാണ്. അത് അല്ല നമ്മളുടെ എക്കോണമീനെ ബാധിച്ചേക്കുന്ന റിവേഴ്സ് റെമിറ്റൻസ് എന്ന് പറയുന്നത് അദ്ദേഹം ഉദ്ദേശിച്ച സംഭവം അല്ല. റിവേഴ്സ് റെമിറ്റൻസ് നമ്മുടെ പ്രശ്നമാണ്. പക്ഷെ അത് എത്രത്തോളം അപകടകരമായ തോതിൽ പോകുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത്രയ്ക്ക് വലിയ അപകടകരമായ തോതിലൊന്നും ഈ എക്കണോമിക്സിലെ റിവേഴ്സ് റെമിറ്റൻസ് കേരളത്തിൽ നിന്ന് നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊന്ന് അദ്ദേഹം പറയുന്ന ഒരു പ്രയോഗമാണ് സർക്കുലർ ഇക്കോണമി എന്ന് പറയുന്നത്. ഇപ്പോൾ സർക്കുലർ ഇക്കോണമിയിലൂടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താം എന്നുള്ള ആശയവും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അത് എത്രമാത്രം പ്രായോഗികം? അതായത് ഈ സർക്കുലർ എക്കോണമി, ഞാൻ ഈ സർക്കുലർ എക്കോണമി എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രയോഗം ഞാൻ ആദ്യം കേട്ടപ്പോൾ ഇദ്ദേഹം ഈ ഹരിത MLA എന്നുള്ള രീതിയിൽ ശ്രദ്ധേയനായ ഒരാളായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ഈ സസ്റ്റൈനബിൾ ഇനിഷ്യേറ്റീവ്സിനോടൊക്കെ ഒരു താല്പര്യമുള്ള രീതിയിൽ പണ്ട് ഇദ്ദേഹം ഹരിത MLA എന്നാണ് ഇദ്ദേഹത്തിന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ കരുതിയത് ഇദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കാര്യം സംസാരിക്കുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ ഡിസ്കഷൻ ഞാൻ കേട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പണലഭ്യത, അതായത് സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവർക്കും മിഡിൽ ക്ലാസിന്റെ ഇടയിൽ പണലഭ്യത ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരത് ഈ സേവിങ്സിലേക്കും സമ്പാദ്യത്തിലേക്കൊക്കെ മാറ്റാതെ ഈ മാർക്കറ്റിൽ തന്നെ ഉപയോഗിക്കും. അവരുടെ ദൈനംദിനമായിട്ടുള്ള ഭക്ഷണം, മറ്റേ പാർപ്പിടം അല്ലെങ്കിൽ മരുന്ന്, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പൊ അതിൻ്റെ ഒരു ഭാഗം GST ആയിട്ട് തിരിച്ച് സർക്കാരിലേക്ക് തന്നെ വരും. സർക്കാർ ഖജനാവ് അങ്ങനെ ഏതാണ്ട് 3-4 മാസം കൊണ്ട് ആളുകൾക്ക് ലഭ്യമാക്കി. അതായത് ഈ അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്, അത് അപ്പർ ക്ലാസ്സിനോ അപ്പർ മിഡിൽ ക്ലാസ്സിനോ കൊടുത്തു കഴിഞ്ഞാൽ അത് സമ്പാദ്യമായിട്ട് പോവുള്ളൂ, മാർക്കറ്റിൽ വരില്ല. ഈ ഏറ്റവും അടിസ്ഥാന വിഭാഗങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് മാർക്കറ്റിൽ വരും. അത് കറങ്ങി തിരിഞ്ഞ് നമ്മളുടെ 3-4 മാസം കൊണ്ട് സ്റ്റേറ്റ് ഖജനാവിൽ വന്ന് നിറയുമെന്നാണ് ഇതിനെയാണ് അദ്ദേഹം സർക്കുലർ എക്കോണമി എന്ന് പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലായത്. ഞാൻ കേട്ടിട്ടുണ്ട്, ആ ഡിസ്കഷൻ ഞാൻ കേട്ടിട്ടുണ്ട്. ഏതോ ഒരു സമ്മിറ്റിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷേ സർക്കുലർ എക്കോണമി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഹരിത MLA ആയിരുന്ന കാലഘട്ടത്തിലെ ഈ സസ്റ്റൈനബിൾ ഇനിഷ്യേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ലീനിയർ എക്കോണമിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് സർക്കുലർ എക്കോണമി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് വിഭവങ്ങൾ എടുത്ത് എന്തെങ്കിലും മാനുഫാക്ചർ ചെയ്യുകയൊക്കെ ചെയ്ത് ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുന്ന ആ രീതിക്ക് പകരം
നമ്മൾ ഒരു സംഭവം പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നു, നമ്മൾ ഉപയോഗത്തിന് ശേഷം അത് പുനരുപയോഗം, റീസൈക്ലിംഗ്, റീയൂസിങ്, റീകൺസ്ട്രക്റ്റിംഗ്, അത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവുകളിലൂടെ പരമാവധി പ്രകൃതിയെ കുറച്ച് ഉപയോഗിക്കുക എന്നുള്ള സർക്കുലർ എക്കോണമി എന്ന് പറയുന്ന കൺസെപ്റ്റ് നല്ലതാണ്. പക്ഷേ ഈ ഇദ്ദേഹം അത് ആവർത്തിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാൻ കേട്ടത് സർക്കുലർ എക്കോണമി എന്ന് പറയുന്നത് ഈ പണത്തിന്റെ ചംക്രമണത്തിനെയും അതിനെയാണ് അദ്ദേഹം പറയണതായിട്ട് കേട്ടത്. അപ്പൊ അത് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് എന്തോ നാക്കുപിഴയാണോ, പെട്ടെന്ന് കൺസെപ്ച്വലി പെട്ടെന്ന് മനസ്സിലാക്കിയ സർക്കുലർ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചംക്രമണം ചെയ്യപ്പെടാന്നുള്ളൊരു ചിന്തയാണല്ലോ. അപ്പൊ ഈ പണം മാർക്കറ്റിൽ കറങ്ങി 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 നമ്മളുടെ ഈ ഖജനാവിലേക്ക് വരുന്ന അതിനെയാണ് അദ്ദേഹം സർക്കുലർ എക്കോണമി എന്ന് വിളിക്കുന്ന. അബദ്ധം പറ്റിയതാണോ, ഇനി മിസ്കോൺസെപ്ഷൻ ആണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ പോലും ഇനി അതിൻ്റെ അകത്ത് വേറെ ഒരു പ്രശ്നമുണ്ട്. ഈ കൺസെപ്ച്വലി അദ്ദേഹം പറഞ്ഞ സർക്കുലർ എക്കോണമി എന്ന് പറയുന്നത് ഇൻ ഇറ്റ് സെൽഫ് തെറ്റാണ്. രണ്ടാമത്തെ, ഈ 4 മാസം കൊണ്ട് ഒരു കാരണവശാലും ഈ തുക, ഇപ്പോൾ പണലഭ്യത നമ്മൾ ഈ പറഞ്ഞ അടിസ്ഥാന വർഗ്ഗങ്ങൾക്ക് വിഭാഗങ്ങൾക്ക് കൊടുത്താലും അത് തിരിച്ചെത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പണം മുഴുവൻ അവരത് സമ്പാദ്യത്തിലേക്ക് മാറ്റില്ല എന്ന് നമുക്ക് ഉറപ്പില്ല. ഒരു സങ്കല്പത്തിന്റെ പുറത്താണ് നമ്മൾ പറയുന്നത്. അതൊരു തിയറിയാണ്, ഒരു കൈനീഷ്യൻ എക്കണോമിക് തിയറിയാണ്. ഈ മൾട്ടിപ്ലയർ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു തിയറിയാണ്. അത് എപ്പോഴും നടക്കണമെന്ന് നിർബന്ധമില്ല. രണ്ടാമത്തെ ഒരു കാര്യം, GST ഒരു ഷെയർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിനുള്ളതാണ്. ഇവരിത് മുഴുവൻ മാർക്കറ്റിൽ ഉപയോഗിച്ചാൽ തന്നെയും GST ഒരു ഷെയർ സെൻട്രൽ ഗവൺമെന്റിലേക്കാണ് പോകണം, സ്റ്റേറ്റ് ഗവൺമെന്റിന് മുഴുവനായിട്ട് കിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഈ സാധാരണഗതിയിൽ നമ്മുടെ ഈ അടിസ്ഥാന വിഭാഗങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ചെലവുകളിൽ പകുതി മുക്കാലും കുറഞ്ഞ GST റേറ്റിലുള്ളതോ GST ഇല്ലാത്തവയാണ്. അപ്പോൾ ഇത് മാർക്കറ്റിലുള്ളത് കൊണ്ട് അത് വീണ്ടും ഈ ഗവൺമെന്റ് ഖജനാവിലേക്ക് വരാനുള്ള സാധ്യത ഈ 4 മാസം എന്നല്ല, ഒരു പക്ഷെ അതിന്റെ പല മടങ്ങ് മാസങ്ങളുണ്ടെങ്കിലും എത്തിച്ചേരില്ല. അപ്പൊ അത് പിന്നെ നമ്മളൊരു പോളിസിയൊക്കെ പറയുന്ന സമയത്ത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോളിസിയാണ്. അപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം അങ്ങനെ ആ രീതിയിൽ പറഞ്ഞതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ സർക്കുലർ എക്കോണമി മോശം കാര്യമല്ല, അതിനുള്ള ഇനിഷ്യേറ്റീവ്സ് നല്ലതാണ്. പക്ഷെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തതനുസരിച്ച് സർക്കുലർ എക്കോണമി അദ്ദേഹം ഉദ്ദേശിച്ച കാര്യമല്ല. പിന്നെ ഈ ടാക്സ് മാനേജ്മെന്റിലൂടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താം എന്നുള്ളതാണ്. അതായത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് ടാക്സ് ആണ്. അതിൽ ടാക്സിൽ ഇപ്പോൾ പണ്ട് നമുക്ക് ജനറൽ സെയിൽ ടാക്സ് ആയിരുന്ന കാലത്തും വാറ്റ് ആയിരുന്ന കാലത്തും നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, സംസ്ഥാനത്തിന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്നൊക്കെ നമ്മൾ ഈ കേന്ദ്ര ബജറ്റ് പോലെ തന്നെ വളരെ സാഹൂതം വീക്ഷിക്കുന്ന ഒരു സാധനമായിരുന്നു സംസ്ഥാന ബജറ്റും. അപ്പൊ ഇപ്പൊ സംസ്ഥാന ബജറ്റ് ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലാതെ പോയതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, പണ്ട് നമുക്കറിയാം സംസ്ഥാന ബജറ്റ് തീർന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വില കൂടുന്നവ വില കുറയുന്നവ എന്ന് പറഞ്ഞ വലിയൊരു ലിസ്റ്റ് കാണാമായിരുന്നു. സംസ്ഥാനത്തിന് അതിന് സേ ഇല്ലാതെ. അപ്പോ ഈ മറ്റേ കോമ്പൻസേഷനും തീർന്നു. അപ്പൊ ഇനി GST കോമ്പൻസേഷനും തീർന്നു. ഇനി കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം കിട്ടുക, അതായത് നമ്മളുടെ സംസ്ഥാനത്തിന്റെ വിഹിതം കിട്ടുക എന്നുള്ളതാണ് അതിൽ മാർഗമുള്ള. അപ്പൊ പിന്നെ എന്താ മാർഗം? പിന്നെ നികുതി വരുമാനമാണ് നമ്മുടെ പ്രധാന സ്രോതസ് എന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റണത് പരമാവധി നികുതി പിരിച്ചെടുക്കുക എന്നുള്ളതാണ്. നികുതി പിരിച്ചെടുക്കാൻ ഇറങ്ങുമ്പോൾ ഈ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ എഫക്റ്റീവ് ടാക്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ എഫിഷ്യന്റ് ടാക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്, അതിൻ്റെ അകത്ത് ഒരു പ്രധാന പ്രശ്നം പരമാവധി ആളുകളെ ടാക്സ് നെറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്, ടാക്സ് നെറ്റിലുള്ളവർ തന്നെ ഈ ടാക്സ് വെട്ടിക്കുന്നത്, ടാക്സ് ഇവേഷനും ഒക്കെ അതുപോലെയുള്ള കാര്യങ്ങൾ, ഷെയ്ഡി ആയിട്ടുള്ള കച്ചവടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിന് നന്നായിട്ട് പണിയെടുക്കേണ്ടി വരും. അദ്ദേഹത്തിന് വിഷൻ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആ പ്രത്യേക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരും എല്ലാവരും അതിനുവേണ്ടി സർവാത്മന തുനിഞ്ഞിറങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പ്രശ്നം. അപ്പോൾ എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിതിൻ്റെ ഒരു ചെറിയ ഒബ്സർവേഷൻ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, നമ്മളിപ്പോൾ കളമശ്ശേരിയിൽ നിന്ന് നമ്മളുടെ ഈ ഓഫീസ് വരെ വരണ ആ ഒരു സ്ട്രെച്ചിൽ നമ്മൾ മൊത്തം കടകൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് GSTയുടെ പരിധി എന്ന് പറയുന്നത്, GST രജിസ്ട്രേഷന് വേണ്ട പരിധി എന്ന് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ട്രേഡിംഗ് നടത്തുന്നവർക്ക് 40 ലക്ഷം രൂപയും കച്ചവടം നടത്തുന്നവർക്ക്, സർവീസുകൾ കൊടുക്കുന്നവർക്ക് 20 ലക്ഷം രൂപയാണ് GST എടുക്കേണ്ടാത്ത പരിധി. മൊത്തം 100 കടകളുണ്ടെങ്കിൽ അതിലൊരു 80 കടകളും ഒരു പക്ഷേ GST രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ആയിട്ടുള്ളവരായിരിക്കും. അതിലൊരു 15 പോലും ചിലപ്പോൾ GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ടാക്സ് നെറ്റ് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന GST രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യതയുള്ളവരെ എല്ലാവരെയും GSTയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബോധവൽക്കരണം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ 2017 GST വന്നതിന് ശേഷം ഏതാണ്ട് 9 കൊല്ലം കഴിഞ്ഞു. ഇത്രയും കാലമായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞുപോയ ഗവൺമെന്റിന് സാധിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു ആരോപണത്തിന്റെ
അദ്ദേഹം ഞാൻ കേട്ട ഡിസ്കഷനിൽ അദ്ദേഹം പറയണത് എനിക്ക് വളരെ സങ്കടമുണ്ട് ഇങ്ങനെ പറയണ ഇൻഎഫിഷ്യൻസി ആണ് എന്ന് പറയണത്. അപ്പോൾ ഇനി എഫിഷ്യന്റ് ആണ് എന്ന് അദ്ദേഹത്തിന് തെളിയിക്കണമെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഈ പറയുന്ന ആളുകളുടെ മുഴുവൻ എതിർപ്പില്ലാത്ത രീതിയിൽ അവരെ ബോധവൽക്കരിക്കുകയും ഇവരെ മുഴുവൻ ടാക്സ് നെറ്റിലേക്ക് കൊണ്ടുവരികയും അതുപോലെ ടാക്സ് വെട്ടിക്കുന്നവരെ ടാക്സ് വെട്ടിപ്പ് ഉണ്ടാവണം ഉണ്ടെന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം ഇപ്പൊ ചെക്ക് പോസ്റ്റ് സിസ്റ്റം ഇല്ല, ഈ ഫീൽഡ് സർവീലിയൻസ് വളരെ പണ്ടത്തെ വാറ്റിന്റെ ഒന്നും കാലഘട്ടത്തിൽ അത്രയും ഈ റോഡ് ഇന്റർസെപ്ഷൻസ് കാണുന്നില്ല. അപ്പോൾ നടക്കുന്നുണ്ടാവും ചിലപ്പോൾ, പക്ഷെ നമ്മളുടെ ഒബ്സർവേഷനിൽ അത്ര ഇല്ല. പണ്ടത്തെ അത്രയും GST ടീമുകൾ റോട്ടിൽ, അതായത് പണ്ട് വാറ്റ് ടീംസ് റോട്ടിൽ നിന്നിരുന്ന പോലെ GST ടീംസ് റോട്ടിൽ കാണുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ എനർജൈസ് ചെയ്ത് കൊണ്ടുവന്ന് ഇന്റൻസീവ് ആയിട്ട് ടാക്സ് കളക്ഷൻ മെത്തേഡ്സ് കൊണ്ടുവന്നാൽ ഈ പറഞ്ഞ പോലെ ടാക്സ് കളക്ഷൻ കൂട്ടാം. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ സെറ്റിൽഡ് ആയിട്ട് നിൽക്കുന്ന ഈ പൊസിഷനിൽ ഈ ഇത്തരം ഒരു കാര്യം എക്സർട്ട് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും അതിനുള്ള പ്രതിഷേധവും കാര്യങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് എത്ര ഭംഗിയായിട്ട് ഇത് മാനേജ് ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതിലാണ് ടാക്സ് കളക്ഷൻ എത്രത്തോളം കൂട്ടാൻ പറ്റും എന്നുള്ളൊരു കാര്യം. ടാക്സ് കളക്ഷൻ കൂട്ടേണ്ടതാണ്. ഒരാളും ടാക്സ് ഇവേഷൻ നടത്തരുത്. എല്ലാവരും ടാക്സ് നെറ്റിന്റെ, അതായത് അവർക്ക് ലൈബിൾ ആയിട്ടുള്ള ടാക്സ് നെറ്റിന്റെ കീഴിൽ വരണം. അത് കൃത്യമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഞാൻ. പക്ഷെ ഇത് ഈ ഗവൺമെന്റിനും ബ്യൂറോക്രാറ്റുകൾക്കും ഇത് എത്രത്തോളം നടക്കും എന്നുള്ളത് ഇനി അത് തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പലവട്ടം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് അദ്ദേഹം അതിനു വേണ്ടിയുള്ള എല്ലാ സ്റ്റെപ്സും എടുക്കും എന്നുള്ളതാണ്.